നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മേ 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 ദേ നോക്കി, നല്ല ഭംഗിയുണ്ടോന്ന്. ഒന്ന് പോവെണ്ണ. ബാക്കിയുള്ളൊരു ചങ്ക് വെള്ളമാക്കിയാ ഓരോന്ന് സ്വരുക്കൂട്ടിക്കൊണ്ട് വരുന്നത്. എന്നാലും മനസ്സമാധാനം വിധിച്ചിട്ടുണ്ടോ? അതും ഇല്ല. ഇതിപ്പോ നല്ല കൂത്ത്. അതിന് ഞാനെന്ത് ചെയ്തുന്നാ? മാറങ്ങോട്ട്. അമ്മേ അമ്മേ, ചേടാ ഈ അമ്മയ്ക്ക് ഇതെന്തു പറ്റി? ഈ കുടുംബത്തിനും നിന്റെ പഠിപ്പിനും വേണ്ടിയാ ശാരിക പഠിത്തം പോലും നിർത്തി അടുക്കളയിലെ തീയൂതാൻ കയറിയത്. ഇപ്പോ നിനക്ക് പോലും എന്നെ വേലയില്ല. നീ വലിയ കളക്ടർ ആവുമ്പോ ശാരികയ്ക്ക് മാറാല പിടിച്ച നിന്റെ സാരി അല്ലേടി? ശാരികയ്ക്ക് എന്താ ചെയ്യാൻ കഴിയുന്നേന്ന് കാണിച്ചു തരുന്നുണ്ട് നിനക്ക് ഞാൻ. നീ മാത്രമല്ല, മക്കളോട് വേർതിരിവ് കാട്ടുന്ന അമ്മയും പറയേണ്ടി വരും കണക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ബുദ്ധിമുട്ടില്ലെങ്കിൽ ആന്റപ്പൻ ഒരു നിമിഷം ഒന്ന് പുറത്തോട്ട് നിൽക്കുമോ? എനിക്കിവിടെ അങ്ങോട്ട്. ഓ, അതിനിപ്പോ എന്താ? എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് നിൽക്കാം. ചരടോ. എന്താ രാഘവേട്ട? ഈ ആന്റപ്പൻ ആളെങ്ങനെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന കൂട്ടത്തിലാണോ? അയ്യോ, 100%. അല്ലാത്ത കേസ് ഞാനിവിടെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തൂ രാഘവേട്ട. അല്ല, ഈ ആന്റപ്പനെ കുറിച്ച് കേട്ടിട്ടുള്ള പലതും അത്ര നല്ലതല്ല. അതുകൊണ്ട് ചോദിച്ചതാ. അതിപ്പോ എല്ലാ പണക്കാരെയും പറ്റി നാട്ടുകാർക്ക് അസൂയ ഉണ്ടാവില്ലേ രാഘവേട്ട? അവര് പറഞ്ഞു പരത്തണതാ. പത്രോച്ചായൻ അയാളെ ഇങ്ങ് വിളിക്ക്. ആന്റപ്പാ, ബാമ വിളിക്കണോ?
ഓ ആന്റപ്പ മുതലാളി, പണം ഞാൻ തരാം. ഓ വളരെ സന്തോഷായേ. സത്യാമ്മയെ ദൈവം രക്ഷിക്കും. എന്റെയും കുടുംബത്തിന്റെയും ജീവിതമല്ലേ രക്ഷിച്ചത്. പക്ഷേ അവധി ഒരു ദിവസം മാത്രം. നിർധന യുവതികളുടെ വിവാഹത്തിനുള്ള ഫണ്ടീന്ന് ഞാൻ എടുത്തു മറിക്കുന്ന പണമാണിതെന്ന് ഓർത്തോണം. അയ്യോ, ഒരു ദിവസം തികച്ചു വേണ്ടായേ. ആ കണ്ടെയ്നറുകളിലെ സാധനം മണ്ണ് തൊടുന്നതിന് മുമ്പ് സത്യാമ്മയുടെ അക്കൗണ്ടിലേക്ക് പണം വരും. അപ്പോ എല്ലാം പറഞ്ഞ പോലെ പത്രച്ചായ. ബാക്കി കാര്യങ്ങൾ നീക്കിക്കോളൂ. വളരെ സന്തോഷം പാമേ. അപ്പോ ഞാനൊന്ന് റെഡി ആവട്ടെ, കോടതിയിലേക്ക് പോണം. ഞങ്ങൾ ഇറങ്ങാം പാമേ. ഒരു ടാക്സിന്റെ കാര്യവും കൂടെ നോക്കാനുണ്ട്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കത്തില്ല. എന്റെ ദൈവത്തിന്റെ സ്ഥാനത്താ സത്യാമ്മ. തനിക്ക് ഇപ്പൊ സമാധാനായില്ലോടോ. ആ ഇനി നമ്മളായിട്ട് പാമയുടെ സമയം കളയണ്ട. ഞാൻ വിളിക്കാം മാമേ. ശരി രാഘവേട്ടാ. ഭാമേ, നീ ഇപ്പൊ ചെയ്തത് ഒരു അബദ്ധമാണെന്ന് എന്റെ മനസ്സ് പറയുന്നു. രാഘവേട്ട, ആന്റപ്പനെ തികഞ്ഞ വിശ്വാസം ഉണ്ടായിട്ടൊന്നും അല്ല. ഒന്നാമത് പത്രോച്ചായൻ, രണ്ടാമത് ഈ പഠിക്കൽ സഹായം അഭ്യർത്ഥിച്ചു വന്നവരെ വെറും കൈയോടെ അയച്ചിട്ടില്ല. ഭാമേ, ഇന്നലത്തെ പോലെ അല്ല ഇന്ന് പോലെ ആവില്ല നാളെ. ഒരു കരുതല് എപ്പോഴും വേണം. ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇപ്പൊ വന്നവൻ അമ്മുവിന്റെ ഭർത്താവാണെന്ന് അവള് പറഞ്ഞ അവന്റെ ഫോട്ടോയുമായി ഞാൻ ആ നാട്ടിൽ പോകുമെന്ന് അവളോട് പറയും. എന്റെ മുന്നിൽ നിന്ന് അവള് വിറയ്ക്കുമപ്പം. ഞാൻ എന്തിന് പെരുവണ്ണാപുരത്ത് പോണം? അവിടെ ഉള്ള ചിലരുടെ നമ്പർ വാങ്ങിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അവന്റെ ഫോട്ടോ അവർക്ക് അയച്ചു കൊടുത്താൽ തീരാവുന്നതേ ഉള്ളൂ എല്ലാം. അതവിടെ തീർന്നില്ലേ പ്രവേട്ട? അവൻ നാളെ വന്ന് ഇവളെ വിളിച്ചിറക്കിക്കൊണ്ട് പോകാൻ ശ്രമിക്കില്ലെന്ന് നിനക്കെന്ത് ഉറപ്പാണുള്ളത്? ഈ വീട്ടിലുള്ളവർ ഇവളെ അവന്റെ കൂടെ പറഞ്ഞയക്കുമ്പോ അവനാണ് ഇവളുടെ ഭർത്താവെന്ന രേഖ വേണ്ടേ? അവൻ ഇവളെ കൊണ്ട് വിൽക്കില്ലെന്ന് നിനക്ക് ഉറപ്പ് പറയാൻ പറ്റൂ? ഇത്രയും കാലം ഇവളെ പോറ്റിയ ഈ വീട്ടുകാര് മറുപടി പറയണം. ഇവളെ എവിടെ നിന്നോ കൂട്ടിക്കൊണ്ടുവന്ന എന്റെ മോള് പ്രതിയാകും. അത് എന്നെ ബാധിക്കുന്ന പ്രശ്നമാ. അല്ല, അവന്റെ അഡ്രസ് നിങ്ങൾ ആരെങ്കിലും കുറിച്ച് വാങ്ങി? അത് അവൾക്ക് ഡിവോഴ്സ് കൊടുക്കാന്ന് പറഞ്ഞ് അവൻ പോയി. ഫോൺ നമ്പർ തന്നിട്ടുണ്ട്. ആരാ ദിനേശ ഈ നാടകത്തിന്റെ പിന്നിലെ? നീയല്ലടാ അവളുടെ മുഖം രക്ഷിക്കാൻ അവനെ കൊണ്ടുവന്നത്. ഞാനോ? പ്രവേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കിതുമായിട്ട് എന്ത് ബന്ധമുള്ളത്? ഒരു ദിവസം എനിക്ക് സകല നിയന്ത്രണങ്ങളും തെറ്റും. പിന്നെ പ്രഭാചന്ദ്രനെ പിടിച്ചു നിർത്താൻ ദൈവത്തിന് പോലും കഴിയില്ല. എന്റെ മോളെ ഈ വിധത്തിലാക്കിയവരെയും അതിന് കൂട്ടുനിന്നവരെയും ഒന്നൊന്നായി ഞാൻ ചുട്ടിരിക്കും. സ്നേഹം നടിച്ച് കൂടെ നിന്ന് ചതിക്കുന്നവർക്ക് ശിക്ഷ ഒന്നേ ഉള്ളൂ, മരണം. പ്രഭാചന്ദ്രന് ഇനി നോക്കാനൊന്നുമില്ല. മുന്നിൽ നേരത്തെ നിർത്തി വെടിവെച്ച് കൊല്ലും ഞാൻ. ഇറങ്ങിപ്പോടാ എന്റെ മുന്നിൽ നിന്ന്. ഇതിനും കൂടി മറുപടി തന്നിട്ട് പോ. സഞ്ജയ് എന്ന് തന്നെ പേര് പറയാൻ എന്താണ് ദിനേശ കാരണം? വേറൊരു പേര് അവന് പറയാൻ തോന്നിയില്ലേ? അത് അവന്റെ പേര് അതായിരിക്കും.
തട്ടിപ്പിന് വരുന്ന ആരെങ്കിലും സ്വന്തം പേര് പറഞ്ഞ ചരിത്രമുണ്ടോടോ ദിനേശ? ഒരാൾക്ക് പോലും എന്നെ മുന്നിൽ മാപ്പരയ്ക്കാനുള്ള അർഹതയില്ല. വിചാരണ പോലും ഇല്ലാത്ത കോടതി എന്റേത്. നീ ഓർത്തു വെച്ചോ. ഓടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മാത്രം മതി. മോനെ, കവിത ബിസിനസ്സിൽ കൈയടത്തിയത് സഞ്ജയ് എന്ന പേര് കേട്ട് അറിവ് വെച്ച. ഞാനിത് വല്ലതും അറിഞ്ഞോ? പിന്നെയല്ലേ കാര്യം പിടികിട്ടിയത്. നിന്നോട് ഞാനിത് പറയാതിരുന്നത് കവിത ഏതറ്റം വരെ പോകുമെന്ന് കാണാൻ വേണ്ടി മാത്രം തന്നെയാ. നീ ഒരു മണ്ടനില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ സംസാരിക്കുന്നത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും നിനക്കുണ്ട്. കവിത ഉള്ളുകൊണ്ട് മോഹിച്ചത് എന്താണെന്നോ ഞാൻ പറഞ്ഞുതരാം. ജനലിന്റെ കട്ടന്റെ പിന്നിൽ ക്യാമറ വെച്ച് കവിത പുറത്തുണ്ട്. ഒരു കാരണവശാലും നീ ഇപ്പൊ അങ്ങോട്ട് നോക്കരുത്. ഇപ്പൊ മനസ്സിലായില്ലേ? മംഗലശ്ശേരി ഗ്രൂപ്പ്സിന്റെ MD ആവണം കവിതയ്ക്ക്. അത് തന്നെ അവളുടെ ഉള്ളിലിരിപ്പ്. അപ്പച്ചി പറഞ്ഞത് ശരിയല്ല അങ്കിൾ. എനിക്ക് ബിസിനസ്സിൽ കാര്യമായി ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല. സ്വാതിയുടെ കാര്യങ്ങളുമായി ഞാൻ ഓട്ടത്തിലായിരുന്നില്ലേ. പക്ഷേ എന്നെ അപ്പച്ചി അമ്മുവിന്റെ കാര്യത്തിൽ ഇത്രമാത്രം സംശയിക്കാൻ എന്താ ഉള്ളത്? ഒന്നുമില്ല. പിന്നെ അപ്പച്ചിയുടെ ഭാഗത്തുനിന്ന് തെറ്റായി എന്തെങ്കിലും ഉണ്ടായ ഞാൻ ചൂണ്ടിക്കാണിക്കും. അപ്പൊ ഇത് വെച്ചാണല്ലേ അപ്പച്ചി അമ്മൂനെ അടിക്കുകയും വേദനിപ്പിക്കുകയൊക്കെ ചെയ്തത്. എന്തായാലും അത് വലിയ കഷ്ടമായി പോയി. ഞാൻ ഇത് വല്ലതും അറിഞ്ഞോ? ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. ഇനി അവൾ എന്ത് ചെയ്യാനാ? അവള് വിശ്വസിച്ചതൊക്കെ തെറ്റിദ്ധാരണയാണ് തെളിഞ്ഞില്ലേ? പിന്നെ ഞാനിപ്പോ നിന്നെ കാണാൻ വന്നത് സഞ്ജയ് മടങ്ങി പോകുന്നതിന് മുമ്പ് അമ്മുവായിട്ടുള്ള ഡിവേഴ്സിന്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്ന് പറയാനാ. അവനും അത് വലിയ അത്യാവശ്യമായിരിക്കും. അതിനെന്താ, നമുക്ക് വേണ്ട ചെയ്യാം. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ നീ എത്രമാത്രം അപകടത്തിലെത്തി നിൽക്കുന്നതെന്ന്? ഇനി പറ, ഞാൻ ഇങ്ങനെ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അത് അങ്കിളെ, ഞാൻ പിന്നെ നീ ഇനി ഇവിടെ വെച്ച് ഒന്നും സംസാരിക്കാൻ നിൽക്കണ്ട. നീ ഒന്ന് പുറത്തേക്ക് പോ. പെണ്ണ് ശ്രീകുട്ടി എങ്ങോട്ടാ കൊണ്ടുപോയത്? എന്തായാലും അയാള് വന്നല്ലോ. നാശം. അവളെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോലും സമ്മതിക്കില്ല. ചേച്ചി ഒന്ന് തേൻ പുരട്ടി വിളിയുമായി കൂടിക്കോളും. എനിക്കിന്ന് വലിയ സന്തോഷമുള്ള ദിവസമാകുമ്പോ നീ പറയാതെ തന്നെ നിന്റെ ഭർത്താവ് ആരാണെന്ന് അറിഞ്ഞു. നേരിട്ട് തന്നെ വന്നു. അമ്മയും വകവെച്ച് കൊടുക്കുന്ന ആളൊന്നുമല്ല. ഉരുളയ്ക്ക് ഉപ്പേരി എന്ന് പറയുന്നത് പോലെ മറുപടി. ഡിവോഴ്സിന് സമ്മതമാണെന്ന് കൂടി പറഞ്ഞപ്പോ സമാധാനമായി. നമ്മൾ കരുതിയ പോലെ കക്ഷിയുടെ വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല. അതല്ല രസം, അയാളുടെ പേരും സഞ്ജയ് എന്നാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഹോം നഴ്സ് ചാർജ് എടുത്ത ആദ്യം പേഷ്യന്റിനെ പരിശോധിക്കുന്ന ഡോക്ടറെ വിളിച്ച് ട്രീറ്റ്മെന്റിന്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കും. ഗോപിയേട്ടനെ പരിശോധിക്കുന്ന ഡോക്ടറെ വിളിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു കൊടുത്ത മരുന്നാണ് അത്. ഇപ്പൊ നിനക്ക് മനസ്സിലായോ?
20,350 രൂപയുടെ ഇഞ്ചക്ഷൻ അത്. നിന്റെ നെകളിപ്പ് കാരണം ആ കാശ് പോയി കിട്ടി. ആ കാശ് നിന്റെ ശമ്പളത്തിൽ നിന്ന് ഞങ്ങൾ പിടിക്കും. എന്താടി നോക്കി നിൽക്കുന്നത്? ഇറങ്ങി പോടി. പോരല്ലേ പറഞ്ഞത്? ഇല്ല, ഞാൻ പോവില്ല. ഒന്നുകിൽ ഇയാൾ ഇവിടുന്ന് പോണം, അല്ലെങ്കിൽ വിശാൽ സാർ ഇവിടെ വരണം. എന്നിട്ട് തീരുമാനിക്കാം ഞാൻ പോണോ വേണ്ടോന്നൊക്കെ. ചേച്ചി പറഞ്ഞ നിനക്ക് അനുസരിക്കാൻ പറ്റില്ല അല്ലേ? അത്രയ്ക്ക് ധിക്കാരായോ നിനക്ക്? ധിക്കാരമല്ല ഇത്, അധികാരം. ഈ കുടുംബത്തിൽ എന്ത് നടക്കണം എന്ത് നടക്കണ്ട എന്ന് തീരുമാനിക്കാനുള്ള അധികാരം. ആ അധികാരം ഉപയോഗിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇയാളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഇവിടെ നടക്കാൻ പോകുന്ന കഥയെ വേറെയാവും. ഇനി ഇവിടെ നിൽക്കുന്നത് അത്ര പന്തിയല്ല, മുങ്ങുന്നതാണ് ബുദ്ധി. മാഡം, ഇപ്പൊ കാര്യങ്ങളൊക്കെ ഏകദേശം എനിക്ക് മനസ്സിലായി. ഇത്രയും അധികാരമുള്ള ഒരാൾ ഈ വീട്ടിലുള്ളപ്പോ അവർ പറയുന്നത് അനുസരിക്കുന്നതാണ് ശരി. അതുകൊണ്ട് ഞാൻ ഇറങ്ങുന്നു മാഡം. ഇതിന് നീ അനുഭവിക്കും. പറയുന്നതേ ഈ പ്രഭാവതിയാ. ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഇതിൽ കൂടുതൽ ഇനി എന്തനുഭവിക്കാനാ? പ്രതാപ വാ. അച്ഛൻ വിഷമിക്കണ്ട, അച്ഛന്റെ ജീവന് കാവലായി ഞാൻ ഉണ്ടാവും. ഇതൊന്നും ഓർത്ത് മനസ്സ് കൂടുതൽ വിഷമിപ്പിക്കല്ലേ. അയ്യോ, ഞാൻ മറന്നുപോയി. അച്ഛനെ മരുന്നെടുത്ത് തരാൻ വേണ്ടിയാ ഞാൻ വന്നത്. വെള്ളം കുടിക്കാൻ. അച്ഛൻ ഉറങ്ങിക്കോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഹലോ. ഹലോ ഏട്ടാ, ഇത് ഞാനാ. ഞാനോ? ഞാനെന്ന് പറഞ്ഞ? അതെ ഏട്ടാ, ഞാൻ തന്നെയാ. ഫോൺ വിളിക്കുന്ന ആള് പേര് പറഞ്ഞിട്ട് വേണം സംസാരിക്കാൻ തുടങ്ങാൻ. ഞാനാ, പല്ലവിയാ. പാർവതി ചേച്ചിയുടെ. ഓ, പല്ലവി. എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടുത്തെ വിശേഷങ്ങൾ കുറെ പറയാനുണ്ട് ഏട്ടാ. ചേച്ചി എവിടെ? ചേച്ചിക്കൊന്ന് ഫോൺ കൊടുക്കാവോ? പാർവതി. പാർവതി, പല്ലവിയാ ഫോണില്. പല്ലവിയോ? സംസാരിക്ക. ഹലോ പല്ലവി. നിനക്കിപ്പോ എന്നൊന്നും വേണ്ടല്ലോ. വലിയ കാശുകാരിയല്ലേ, ഞങ്ങളൊക്കെ പാവങ്ങളും. ഇടയ്ക്ക് ഇങ്ങോട്ടേക്കൊന്ന് വരുന്നത് കൊണ്ട് നിന്റെ വില കൂടിയ ചെരുപ്പ് തേഞ്ഞു പോവോ? എനിക്ക് അത്രയും ദൂരമൊന്നും ഒറ്റയ്ക്ക് വരാൻ പറ്റില്ലല്ലോ മോളെ. ഏത് ബസ്സിൽ കയറണോന്ന് പോലും അറിയില്ല. പിന്നെ ഞാൻ ഇങ്ങനെ വരിക? ബസ്സിൽ കയറി വരാനോ? കോടീശ്വരന്റെ ഭാര്യ ബസ്സിലൊക്കെ കയറി വരുവോ? വിശാലേട്ടനോട് പറഞ്ഞ വിശാലേട്ടൻ ഇവിടെ കാറിൽ കൊണ്ടുവിടില്ലേ? ഞാൻ പറഞ്ഞ എന്നെ അവിടെ കൊണ്ട് വിടുകയൊക്കെ ചെയ്യും.
പക്ഷേ വലിയ തിരക്കുള്ള ആളല്ലേടി. ഞാൻ ബുദ്ധിമുട്ടിക്കാൻ പാടുണ്ടോ? സ്വന്തം ഭർത്താവല്ലേ. ആ അതൊക്കെ വിട്. അമ്മയും മുത്തശ്ശനൊക്കെ എന്തു പറയുന്നു? അത് പറയാൻ തന്നെ ഞാൻ വിളിച്ചത്. മുത്തശ്ശന് ഒട്ടും വയ്യടി. മുത്തശ്ശൻ എന്തു പറ്റി? പല പല സൂക്കേടുകളാ. ഡോക്ടറെ കാണിച്ച് മരുന്നൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പക്ഷേ മരുന്ന് കഴിക്കാൻ സമയം കിട്ടണ്ടേ? ഉത്സവത്തിന്റെ തിരക്കല്ലേ. അങ്ങനെ സൂക്കേട് അധികമായി. അയ്യോ, ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. ചേച്ചിയെ ഫോൺ വിളിച്ചറിയിക്കാൻ എന്റെ കയ്യില് ഫോൺ വേണ്ടേ? അമ്മയോട് പറഞ്ഞ വാങ്ങി തരത്തൂല്ല. എന്റെ കയ്യിലൊരു ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചിക്ക് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കായിരുന്നല്ലോ. ചേച്ചിക്ക് എന്റെ കൂട്ടുകാരി സുരഭിയെ അറിയില്ലേ? അവളുടെ ഫോണിൽ നിന്നാ ഞാനീ വിളിക്കുന്നേ. 100 വട്ടം കെഞ്ചിട്ടാ അവള് ഫോൺ വിളിക്കാൻ തരിക. സ്വന്തമായിട്ടൊരു ഫോൺ ഉണ്ടെങ്കിൽ ഇങ്ങനെ മറ്റുള്ളവരുടെ കാല് പിടിക്കേണ്ടി വരുവോ? നീ എന്തൊക്കെയായി പറഞ്ഞത്? പയറ് പോലെ ചാടി ചാടി നടക്കുന്ന തിരുമേനിക്ക് അസുഖമാണെന്നോ? ഞാൻ നിനക്ക് ഫോൺ തരില്ലെന്നോ? അങ്ങനെയൊക്കെ പറഞ്ഞാലല്ലേ ചേച്ചി എനിക്കൊരു ഫോൺ വാങ്ങി തരത്തുള്ളൂ. ഹോം നേഴ്സ് വന്ന കാര്യം വിശാൽ സാറിനെ അറിയിക്കണോ? വേണ്ട, പിന്നീടാവാം. നീ എന്താ ആലോചിക്കുന്നേ? പല്ലവി എന്താ പറഞ്ഞേ? മുത്തശ്ശന് ഒട്ടും വയ്യാന്ന്. ഉത്സവ സമയമായതുകൊണ്ട് ജോലി കൂടുതൽ ഉണ്ടാവും. തനിക്ക് അവിടെ പോണമെന്നുണ്ടോ? പോകാം. ആദ്യം അച്ഛനൊന്ന് എഴുന്നേറ്റ് നടക്കട്ടെ, എന്നിട്ടാവാം മറ്റു കാര്യങ്ങള്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നമുക്ക് നാളെ 9 മണിക്ക് ഇവിടുന്ന് ഇറങ്ങണം. 10 മണിക്കാണ് റെക്കോർഡിംഗ്. കൃഷ്ണ തുളസിയുടെ സോങ് നമ്പർ 2. വരുന്നില്ല സാർ. താൻ എന്താ പറഞ്ഞ? നാളത്തെ റെക്കോർഡിങ്ങിന് വരുന്നില്ലെന്നോ? മനസ്സിൽ എന്തോ ഒരു സുഖമില്ലാത്ത പോലെ. അമൃതയുടെ എന്തിനാ അകൽച്ച കാണിക്കുന്നത്? അതുകൊണ്ട് ഒന്നിലും ഒരു താല്പര്യവും വരുന്നില്ല. ഇടോ, കൃഷ്ണ തുളസിയുടെ പാട്ട് പല തലങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ അമ്മ വരെ അതിന്റെ സ്വാധീനത്തിലാ. തുടരെ തുടരെ ഒരു 5 സോങ് പുറത്തു വരട്ടെ. അതോടെ കൃഷ്ണ തുളസി ഒരു തരംഗാവും. വിവേക് ഇന്ന് രാത്രി എത്തും. സ്റ്റുഡിയോ ഒക്കെ സെറ്റാക്കി കഴിഞ്ഞു. നമ്മൾ രാവിലെ 9 മണിക്ക് പുറപ്പെടുന്നു. മാറ്റമില്ല. പക്ഷേ മനസ്സിൽ ഒരു സന്തോഷമില്ലാതെ നമ്മൾ എങ്ങനെ പാടും സർ? എനിക്കാണെങ്കിൽ പാട്ടൊന്നും പുറത്തു വരില്ല. മനസ്സൊന്ന് ഡള്ളായതുപോലെ. ഈ ഡൾനസേ ഇപ്പൊ മാറ്റിത്തരാം. ഈ ചിരി കണ്ടാലറിയാം നാളെ പാടാനുള്ള മൂഡ് വന്നു. ഇനിയും സന്തോഷമായില്ലെങ്കിൽ ഒരു കാര്യം കൂടി പറയാം. പതിനഞ്ചാം തീയതി നമ്മളുടെ കല്യാണം. ആ ദിവസത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. രാവിലെ താലികെട്ട്, പിന്നെ അമ്പലത്തിൽ ഏതെങ്കിലും ബന്ധുക്കൾ വരും. പിന്നെ രാത്രി തറയിൽ വിരിക്കുന്ന ഷീറ്റ് ചുരുട്ടി കൂട്ടിയെടുത്ത് ഒരൊറ്റയേറ്. എന്നിട്ട് കട്ടിലേക്കൊരു പ്രൊമോഷൻ. സർ, ഒന്ന് ചുമ്മാതിരിക്കും. ഇനി ചുമ്മാതിരിക്കുന്ന പ്രശ്നമേ ഇല്ല.
15-ാം തീയതി എനിക്ക് കേക്കണ്ട. കേൾക്കണ്ടേ? കേട്ടേ പറ്റൂ. 15-ാം തീയതി രാത്രി നമ്മുടെ ആദ്യ രാത്രി. പിന്നെ അങ്ങോട്ട് എല്ലാ രാത്രികളും ആദ്യ രാത്രികളും പാട്ടും ചിരിയും അങ്ങനെ 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 ഹണിമൂൺ രാത്രി. താൻ തന്നെ പറഞ്ഞിരുന്നല്ലോ എനിക്ക് തരാൻ ആഗ്രഹിക്കുന്ന സന്തോഷങ്ങളെ കുറിച്ച്. ആ സന്തോഷങ്ങൾ ഏറ്റുവാങ്ങാൻ ഞാൻ ഇന്നേ തയ്യാറെടുക്കുക. അപ്പോ നാളെ പാടില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കൃഷ്ണ തുളസി ആരാണെന്ന് നമ്മൾ നാളെ കണ്ടുപിടിക്കും. നാളെ റെക്കോർഡിംഗ് ഉണ്ട്. ഞാൻ നേരത്തെ തന്നെ സ്റ്റുഡിയോയുടെ നടയിലുണ്ടാവും. താങ്ക് യു ജഗൻ, താങ്ക് യു സോ മച്ച്. കൃഷ്ണ തുളസിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ എടുക്കും. ആരാണ് കൃഷ്ണ തുളസി? എന്തുകൊണ്ടാണ് അവള് പേര് വെളിപ്പെടുത്താത്തത്? അവളുടെ ഫോട്ടോ ഒക്കെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കും. അത് മതി. ഒരു ആകാംക്ഷ. എന്താ അവള് ഫോട്ടോ വയ്ക്കാത്തത്? മീഡിയാസിൽ എന്താ വരാത്തത്? അതൊക്കെ നമുക്കറിയണം. പറഞ്ഞല്ലോ, നാളെ എല്ലാത്തിനും മറുപടി കിട്ടിയിരിക്കും. അന്ന് സൂചിപ്പിച്ചതുപോലെ വേണമെങ്കിൽ ആ SI ജയേഷിനെ കൂടെ കൂട്ടാം. അയ്യോ അങ്കിൾ, അത് വേണ്ട. മമ്മി അന്ന് പറഞ്ഞതുപോലെ തൽക്കാലം ഇതൊക്കെ നമ്മളിൽ മാത്രം നിന്നാ മതി. ഓക്കെ, എങ്കിൽ ശരി, ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോവാം. ആനന്ദേട്ടാ, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കുറച്ചുപേരെങ്കിലും വിളിക്കണ്ടേ പുറത്തുനിന്ന്? ശ്യാമയുടെ വീട്ടുകാരും നമ്മളും മാത്രം മതി എന്നാണ് എന്റെ അഭിപ്രായം. കുറച്ചുപേരെ മാത്രമായിട്ട് വിളിച്ചാ പിന്നെ ഒരുപാട് പരാതി വരും. അതും ശരിയാ. ആ മോളെ, മോളെ വാ, മോളെ വാ. മോളെ, വിവാഹത്തിന് മറ്റുള്ള ബന്ധുക്കളെയൊക്കെ വിളിക്കുന്ന കാര്യം സംസാരിക്കുകയായിരുന്നു. അമ്മേ, ഞാനൊരു കാര്യം പറഞ്ഞ അമ്മയ്ക്കും അച്ഛനും വിഷമം തോന്നുവോ? ഏയ്, മോള് കാര്യം പറ. അല്ലമ്മേ, ഇപ്പൊ എന്തിനാ ഇങ്ങനൊരു വിവാഹം നടത്തുന്നേ? എന്താ മോളെ? അല്ല, ഈ വിവാഹം നടത്തേണ്ടതുണ്ടോന്ന്. എന്താ മോൾ അങ്ങനെ ചോദിക്കുന്നേ? അമ്മ നേരത്തെ തന്നെ പറഞ്ഞതല്ലേ, ഞാനിതുവരെ അവരുടെ വിവാഹം അംഗീകരിച്ചിട്ടില്ലായിരുന്നല്ലോ. 2 പ്രാവശ്യവും താലികെട്ട് നടന്നത് പ്രതീക്ഷിക്കാതെയാ. 2 പ്രാവശ്യം എനിക്ക് എതിർപ്പായിരുന്നു. ആ എതിർപ്പ് കുറച്ചു ദിവസം മുമ്പ് വരെ തുടരുകയും ചെയ്തിരുന്നു. അവരുടെ കല്യാണം പിരിഞ്ഞു പോയെങ്കിൽ നന്നായിരുന്നു എന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുക മാത്രമല്ല, പുറത്ത് പറയുകയും ചെയ്തിരുന്നു. ഇടയ്ക്ക് അഖിടെ ഞാൻ മനസ്സ് മാറ്റിയില്ലേ. ശ്യാമ അവളുടെ വീട്ടിൽ നിർത്തി. അഖിയെ കൊണ്ട് വേറൊരു പെണ്ണിനെ താലി കെട്ടിക്കുന്നത് വരെ എത്തിയില്ലേ കാര്യങ്ങള്. ഇപ്പോഴാ ഞാൻ മനസ്സുകൊണ്ട് ശ്യാമയെ എന്റെ മരുമകളാക്കിയത്. അപ്പോ എന്നെ സംബന്ധിച്ച് ഇനിയാണ് അഖി ശ്യാമയുടെ കഴുത്തിൽ താലി കെട്ടുന്നത്. അല്ല, മോൾക്കെന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ തോന്നാൻ? ഒന്നുമില്ലമ്മേ, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി.
സീതമ്മേ, മാർക്കറ്റിൽ കയറിയോ മോളെ? പച്ചക്കറിക്ക് വിലയിൽ മാറ്റം വല്ലതും ഉണ്ടായിരുന്നോ? ഓ, എന്ത് മാറ്റം? 40 രൂപയായിരുന്നു ടൊമാറ്റോ, ഇപ്പൊ 50 സവാളയ്ക്ക് 80. പടവലം, പാവയ്ക്ക, കാബേജ്, ചെറിയ ഉള്ളി, ജീരകം, വറ്റൽമുളക്, കാന്താരി മുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇവയ്ക്ക് 8ഉം 10ഉം വെച്ച് കൂടി. ഡൊപ്പിയരിക്കും വെളിച്ചെണ്ണയ്ക്കും കൂടിയതേ 16 രൂപയാ. ആ ഇങ്ങനെ പോയാ നമുക്ക് ഫുഡിന്റെ റേറ്റ് കൂട്ടേണ്ടി വരും. അതെ, നാളെ എത്ര പേർക്കുള്ള ഓണ അഞ്ജലി ഓർഡർ? 300 ആണെന്ന് തോന്നുന്നു. രാത്രിയില് ഫൈനൽ പറയാവുന്ന അവര് പറഞ്ഞിരിക്കുന്നെ. ആ, ഇന്നലെ വൈകിട്ട് വാങ്ങിയ പച്ചക്കറിക്കൊക്കെ ഇത്തിരി വാട്ടം ഉണ്ടായിരുന്നു. അത് പിന്നെ 3-4 നോക്കിയതല്ലേ, ഇതേ കിട്ടിയുള്ളൂ. മെനഞ്ഞാന്നോ മറ്റോ വന്നതാണെന്ന് തോന്നുന്നു. ആ അഞ്ജലി, നിന്നോടൊരു കാര്യം പറയാൻ മറന്നു. ആ അമ്മ ഇവന്റ്സിന്റെ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു. അവരുടെ ഇവന്റ്സിന് വേണ്ട പലഹാരങ്ങൾ ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. എന്നിട്ട് സീതമ്മ എന്ത് പറഞ്ഞു? ചെയ്തു കൊടുക്കാന്ന്, അല്ലാതെ എന്ത് പറയാ. പക്ഷേ അവർക്ക് ആദ്യം കുറച്ച് സാമ്പിൾ ഉണ്ടാക്കി കൊടുക്കണം. നമ്മളുമായിട്ട് മുമ്പ് ബിസിനസ് ചെയ്തിട്ടില്ലല്ലോ, അതാ കാര്യം. അത് നമുക്ക് കൊണ്ടുപോയി കൊടുക്കാം. ബൾക്കായിട്ട് നമുക്ക് ബിസിനസ് തന്നാ മതി. അമ്മ ഇവന്റ്സ് സൂപ്പർ അഞ്ജലി. ഇവിടുത്തെ വലിയ വലിയ പ്രോഗ്രാംസ് ഏറ്റെടുത്ത് നടത്തുന്ന ആൾക്കാരാ അവര്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.